നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. 2 ദിവസം മുൻപ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ കണ്ട് സംസാരിച്ചത് വെറുതെയല്ല. വൈറ്റ് ഹൗസിൽ വെച്ച് നടന്ന കൂടിക്കാഴ്ച 90 മിനിറ്റിലധികം നീണ്ടു. കൂടിക്കാഴ്ചയുടെ വിശദാംശങ്ങൾ ഇരു നേതാക്കളും പുറത്ത് മാധ്യമപ്രവർത്തകരോട് സംസാരിച്ചില്ല. എന്നാൽ ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നൽകിയിരിക്കുന്ന ഒരു ഉത്തരവ് അമേരിക്കൻ മാധ്യമങ്ങൾ വലിയ പ്രാധാന്യത്തോടെ റിപ്പോർട്ട് ചെയ്യുന്നു. ഇറാന് നേർക്ക് അമേരിക്കയും ഇസ്രയേലും ചേർന്നുള്ള ഒരു സംയുക്ത ആക്രമണം. ഇന്നും നാളെയും ഇറാന്റെ ഊർജ്ജ കേന്ദ്രങ്ങൾക്ക് നേരെ അതിശക്തമായ ആക്രമണം നടത്താനാണ് ഇരു നേതാക്കളും ചേർന്നെടുത്തിരിക്കുന്ന തീരുമാനം. ഇറാനെ കീഴടങ്ങാൻ പ്രേരിപ്പിക്കുന്ന തരത്തിൽ ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന ഏറ്റവും കനത്ത ആക്രമണം. ഈ ആക്രമണത്തോടെ ഇറാൻ മുട്ടുകുത്തുമെന്ന് ട്രംപ് കണക്കുകൂട്ടുന്നു. ഇത്തരമൊരു ആക്രമണത്തിനുള്ള ബ്ലൂ പ്രിന്റ് തയ്യാറാക്കി നൽകിയത് ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു. മൊസാദിന്റെ നിർദ്ദേശം പൂർണ്ണമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് മുന്നിൽ നെതന്യാഹു വെച്ചു. തിങ്കളാഴ്ച ഓഹരി വിപണികൾ അടക്കം തുറക്കുന്നതിന് മുൻപ് ഇറാനെ ആക്രമിച്ച് തകർത്ത് ഒരു തീക്കുണ്ടമാക്കി മാറ്റുകയാണ് ഇരുവരുടെയും ലക്ഷ്യം. ഇറാൻ ആക്രമണത്തിന്റെ ആഘാതം വിപണികളിലേക്ക് പടരാതിരിക്കാനുള്ള പരമാവധി മുൻകരുതൽ ഇരു രാജ്യങ്ങളും എടുക്കുന്നു. കഴിഞ്ഞ ദിവസം ക്യാമ്പ് ഡേവിഡിൽ നടന്ന അടിയന്തര മന്ത്രിസഭാ യോഗത്തിൽ ഇക്കാര്യങ്ങളിൽ ചർച്ച നടന്നിരുന്നു. ട്രംപിനെ കണ്ട് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യമിൻ നെതന്യാഹു മടങ്ങിയതിന് തൊട്ടുപിന്നാലെയായിരുന്നു നാടകീയമായ സംഭവ വികാസങ്ങൾ. US ഇസ്രായേൽ സംയുക്ത ആക്രമണമുണ്ടായാൽ അതേ നാണയത്തിൽ തിരിച്ചടിക്കുമെന്ന് ഇറാൻ പ്രതികരിച്ചു. ഞങ്ങളുടെ പ്രത്യാക്രമണം ഭ്രാന്തമായിരിക്കും. ഇത്തരമൊരു നീക്കം ഭ്രാന്തൻ തീരുമാനമായിരിക്കുമെന്നും അമേരിക്കയോട് ഇറാൻ പറയുന്നു. തങ്ങളുടെ ഊർജ്ജ കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണമുണ്ടായാൽ ഇരു രാജ്യങ്ങളുമായും ബന്ധമുള്ള ഊർജ്ജ കേന്ദ്രങ്ങളിൽ കനത്ത ആക്രമണം നടത്തുമെന്നാണ് ഇറാന്റെ മുന്നറിയിപ്പ്. അമേരിക്കൻ സഖ്യരാജ്യങ്ങൾ ഇത് വളരെ ആശങ്കയോടെ നോക്കിക്കാണുന്നു. അമേരിക്കയുടെ ഏതൊരു നീക്കവും ഹോർമസ് വഴിയുള്ള കപ്പൽ നീക്കത്തെ കൂടുതൽ ബാധിക്കുമെന്നും ഇറാന്റെ മുന്നറിയിപ്പ്. കഴിഞ്ഞയാഴ്ച ഇറാൻ നടത്തിയ ആക്രമണങ്ങളിൽ അമേരിക്ക അസ്വസ്ഥരാണ്. വലിയ ആശങ്കയും അമേരിക്കയിൽ പടർന്നു. അമേരിക്കയുടെ സഖ്യരാജ്യങ്ങൾക്ക് നേരെ തുടർച്ചയായ ആക്രമണങ്ങളാണ് ഇറാൻ തൊടുത്തത്. ബഹ്റിൻ, ജോർദാൻ തുടങ്ങിയ രാജ്യങ്ങൾക്ക് നേരെ തുടർച്ചയായ ആക്രമണങ്ങൾ. ജോർദാനിലെ അമേരിക്കൻ സേനാ കേന്ദ്രത്തിന് നേർക്ക് അതിശക്ത ബാലിസ്റ്റിക് മിസൈലുകളാണ് ഇറാൻ തൊടുത്തത്. തങ്ങളുടെ ആക്രമണങ്ങളിൽ പകച്ചുപോകും ഇറാൻ എന്ന് കരുതിയ അമേരിക്കയെ ആശങ്കപ്പെടുത്തുന്ന തലത്തിലേക്ക് കൊണ്ടുപോകാൻ ഇറാന് കഴിഞ്ഞു കഴിഞ്ഞയാഴ്ച അവർ നടത്തിയ പ്രത്യാക്രമണങ്ങളിലൂടെ. ജോർദാനിലെ US കേന്ദ്രങ്ങളിൽ ഇറാൻ നടത്തിയ ആക്രമണം അമേരിക്കയെ നടുക്കിയിരുന്നു. ഇതിനിടയിൽ ഇറാഖിലുള്ള ഇറാൻ മിലിഷ്യകൾ സൗദി അറേബ്യയുടെ തുറമുഖങ്ങൾക്ക് നേരെ രൂക്ഷമായ ആക്രമണം നടത്തി. 30ഓളം ഡ്രോൺ ആക്രമണങ്ങളാണ് ഇറാൻ മിലിഷ്യകൾ തൊടുത്തത്. ഇതോടെ സൗദി അറേബ്യ യുദ്ധമുന്നണിയിലേക്ക് വന്നു. കപ്പൽ ഗതാഗത സംരക്ഷണത്തിനായി സൗദി അറേബ്യ മുൻകൈയെടുത്ത് ലോകരാജ്യങ്ങളെ പ്രതിരോധ നിരയിലേക്ക് കൊണ്ടുവരാനുള്ള നീക്കവും കഴിഞ്ഞയാഴ്ച നമ്മൾ കണ്ടു. 14 രാജ്യങ്ങൾ ഒരുമിച്ച് സൗദിക്കൊപ്പം ചേർന്നു. അമേരിക്കയും ഇസ്രായേലും ചേർന്ന് ഇറാനെതിരെ തുടങ്ങിയ യുദ്ധം. എന്നാൽ ഇടക്കാലത്ത് സമാധാനത്തിൻ്റെ വഴി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തേടി. ഇതിന്റെ ഭാഗമായി ഇറാനുമായി അമേരിക്ക ഏർപ്പെട്ട ഒരു വെടിനിർത്തൽ കരാർ. കരാറിന് മുന്നിൽ മുഖം തിരിച്ചു നിൽക്കുകയായിരുന്നു ഇസ്രായേൽ. ഇറാനെ ആക്രമിച്ചു തന്നെ തളർത്തണമെന്ന വാദമാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി തുടർച്ചയായി മുന്നോട്ട് വെച്ചത്. ഇസ്രായേലിനോട് മുഖം തിരിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വെടിനിർത്തൽ കരാറുമായി മുന്നോട്ട് പോയി. എന്നാൽ വെടിനിർത്തൽ കരാർ ലംഘിച്ചുകൊണ്ട് ഹോർമുസ് കടലിടുക്കിൽ തുടർച്ചയായ ആക്രമണങ്ങൾ തുടർന്നു ഇറാൻ. ഇതോടെ ഇറാനെ തച്ചു തകർക്കും, ഇറാനിന് ബാക്കിയുണ്ടാവില്ല എന്നൊക്കെയായിരുന്നു ട്രംപിൻ്റെ പ്രഖ്യാപനം. തുടർന്ന് അമേരിക്ക ഇറാന് നേരെ അതിശക്ത ആക്രമണങ്ങൾ തുടർന്നു. അമേരിക്ക ഇറാനെ ആക്രമിച്ച് തകർക്കുമ്പോൾ മറുവശത്ത് നിസ്സംഗതയോടെ നോക്കി നിൽക്കുകയായിരുന്നു ഇസ്രായേൽ. ആത്യന്തിക യുദ്ധത്തിൽ തങ്ങളും പങ്കാളികളാകും എന്ന സൂചന ഇതിനിടയിൽ ഇസ്രായേലിൽ ശക്തമായി. ഇസ്രായേലിലെ വ്യോമകേന്ദ്രങ്ങളിലേക്ക് അമേരിക്കൻ പോർവിമാനങ്ങൾ തുടർച്ചയായി കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നിറങ്ങി. നിരവധി ഇന്ധനം നിറയ്ക്കുന്ന വിമാനങ്ങളും പോർട്ട് ജെറ്റുകളും ഇസ്രായേൽ വിമാനത്താവളങ്ങളിൽ നിറഞ്ഞു. അതിശക്തമായ ആക്രമണത്തിന് അമേരിക്കയും ഇസ്രായേലും സംയുക്തമായി ഒരുക്കുന്നുവെന്ന പാശ്ചാത്യ മാധ്യമങ്ങളുടെ തുടർച്ചയായ റിപ്പോർട്ടുകൾ. എല്ലാറ്റിനുമൊടുവിൽ കടുത്ത ആക്രമണഘട്ടത്തിലേക്ക് അമേരിക്കയും ഇസ്രായേലും. ഒരുപക്ഷെ ഈ ആക്രമണങ്ങൾ ഇനി ദിവസങ്ങളോളം നീണ്ടു നിൽക്കുമെന്നാണ് യുദ്ധവിദഗ്ധർ പറയുന്നത്. US മുന്നോട്ട് വയ്ക്കുന്ന വെടിനിർത്തൽ വ്യവസ്ഥകൾ അംഗീകരിക്കാൻ ഇറാനുമേൽ സമ്മർദ്ദം ചെലുത്തുക, ഇറാനെ മുട്ടുകുത്തിച്ച് മാത്രമേ ഇനി ആക്രമണങ്ങളിൽ നിന്ന് പിൻവാങ്ങൂ എന്നതാണ് ഇസ്രായേലിൻ്റെയും നിലപാട്. ആക്രമണത്തിനുള്ള പ്രാഥമിക സൈനിക തയ്യാറെടുപ്പുകൾക്ക് ട്രംപ് നിർദ്ദേശം നൽകി.
അന്തിമ അനുമതി ട്രംപ് നൽകിയോ എന്നത് സംബന്ധിച്ച ചില ആശങ്കകൾ ബാക്കി നിൽക്കുന്നു. മേഖലയിൽ വൻ യുദ്ധസാധ്യത ഉണ്ടാകുന്ന തലത്തിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങളുടെ പോക്ക്. പെട്രോളിയം റിഫൈനറികൾ, വൈദ്യുതി ഉൽപ്പാദന കേന്ദ്രങ്ങൾ, പ്രധാന നഗരങ്ങളിലേക്കുള്ള വൈദ്യുതി വിതരണം തകരാറിലാക്കാനായി ഇലക്ട്രിക്കൽ ഗ്രിഡുകൾ എന്നിവ ആക്രമിച്ച് തകർക്കും. ഒരിടവേളയ്ക്ക് ശേഷമാണ് ഇസ്രായേൽ വീണ്ടും ഇറാനുമായി നേരിട്ടുള്ള യുദ്ധത്തിൽ പങ്കാളികളാകുന്നത്. ഇറാനെ അപമാനകരവും സത്യസന്ധമല്ലാത്തതുമെന്നാണ് ഇപ്പോൾ ട്രംപ് വിശേഷിപ്പിക്കുന്നത്. കൂടുതൽ ആക്രമണങ്ങൾക്ക് സാധ്യതയുണ്ട് എന്ന സൂചന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പരസ്യമായി നൽകി. കഴിയുന്നത്ര ദയ കാണിക്കാൻ ഞങ്ങൾ ശ്രമിച്ചുവെന്നാണ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത്. ഇറാഖിലെ തീവ്രവാദ ഗ്രൂപ്പുകളെ ആക്രമിക്കുന്നതിന് സൗദി അറേബ്യയും US-നൊപ്പം അണിനിരുന്നത് ഇപ്പോൾ യുദ്ധഘട്ടം കൂടുതൽ കലുഷിതമാക്കി. മറുവശത്ത് അമേരിക്കൻ ഇസ്രായേൽ സംയുക്ത ആക്രമണങ്ങളോട് ഇറാൻ എങ്ങനെ പ്രതികരിക്കുമെന്ന് ലോകം ഉറ്റുനോക്കുന്നു. ഗൾഫ് മേഖലയിലുള്ള അമേരിക്കൻ സഖ്യരാജ്യങ്ങൾക്ക് നേരെ ശക്തമായ ആക്രമണത്തിന് ഇറാൻ മുതിരുമോ? അങ്ങനെയെങ്കിൽ മേഖലയിലെ സ്ഥിതി അതീവ സങ്കീർണമാകും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.